വാഗമണ്ണിലെ മൊട്ടക്കുന്ന്, അതായത് മെഡോസ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വാഗമണ്ണിലാട്ടോ. വാഗമണ്ണിലെ ഒരു മെഡോസ്, അതായത് വാഗമണ്ണിൽ ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട്. ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടേക്കത് ഇവരെ കാർഡിലിട്ടേക്കാം. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വാഗമണ്ണ് നിങ്ങൾക്ക് അറിയാം, കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ വരുന്ന ഒരു ഹിൽ സ്റ്റേഷനിലൊരു മെയിൻ ഏരിയയാണ് വാഗമണ്ണ്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളൊന്നും ഇല്ല, ഒരു ഏകദേശം 5-6 സ്പോട്ടുകളാണ്. അപ്പോൾ ഓരോ സ്പോട്ടിൻ്റെയും വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ഫസ്റ്റ് ഞാനൊരു അടിപൊളി ഒരു സ്പോട്ടിൻ്റെ ഇട്ടിട്ടുണ്ട്, ഒരു ബോട്ടിങ്ങും ആ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അടിപൊളി ഫ്രെയിമാണ്. ഫസ്റ്റ് അവിടെ നിങ്ങൾ ആദ്യം അത് വിസിറ്റ് ചെയ്തിട്ട് വേണം എവിടെയും പോകാൻ. അപ്പോൾ അതൊരിക്കലും മിസ് ഔട്ട് ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് യൂഡി വ്ളോഗ്, യു ക്യാൻ കോൾ മീ യൂഡി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മെഡോസ്, അതായത് മൊട്ടക്കുന്നാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2 മണിയാണ് കേട്ടോ. ഒരു ഈവനിങ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം. കാരണം എന്താ വെച്ചാൽ ഒരു കോട മൂടി ആ ഒരു വൈബൊക്കെ കിട്ടും. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട്, ഒരുപാട് ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. ഇവിടെ മെയിനായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഊട്ടിയിൽ അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ചേച്ചി ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? 100 രൂപ അല്ലേ? ഓക്കെ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇതാണ് മൊട്ടക്കുന്ന് വരുന്നത്. അപ്പോൾ അവിടെ പോയി വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പാവട്ടെ, നമുക്ക് ചോക്ലേറ്റ് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതിന് ഹോം മെയ്ഡാണല്ലേ കേട്ടോ. ഇവിടെ വരുന്നത് നിങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്ത് കഴിക്കോ. എല്ലാം വരുന്നുണ്ട്. എല്ലാം 100 രൂപയുള്ളൂ. ആ, ഇത് 80 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇറങ്ങി വന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ഫുഡൊക്കെ വരുന്നത് ചേച്ചി? ഐ മീൻ പഴംപൊരി, ഇതൊക്കെ സ്നാക്സ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ എസ്റ്റേറ്റ്, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന എസ്റ്റേറ്റ് അല്ലേ? ഓക്കെ. 1/2 കിലോ 170 വരുന്നത്. 100 രൂപ ഉള്ളൂ. ഓക്കെ. 170 രൂപ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏത് ക്വാളിറ്റിയാണെന്ന് അറിയോ? ഫസ്റ്റ് ക്വാളിറ്റി TFPOP ആണോ? ഇത് പ്രീമിയം. ഇത് കട്ടൻ ചായക്കാണോ അതോ പാൽ ചായ? നമ്മൾ കട്ടനും പാൽ ചായക്കും ഡിഫറെൻ്റ് കേട്ടോ. അതായത് ഇതല്ലേ? ഓക്കെ. ഇതാണ് കട്ടൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു മണി പോലെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇത് കുറച്ച് നല്ല പൗഡർ ആയിരിക്കും. അപ്പോൾ പാൽ ചായക്കും ഐ മീൻ കട്ടനും ഡിഫറെൻ്റ് പൗഡർ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് മേലെ പോയി വന്നിട്ട് ബാക്കി വരാം. ചേച്ചി പോയി വന്നിട്ട് വരാം. അപ്പോൾ പിന്നെ ഞാൻ തേയില ഐ മീൻ ഈ ടീ പൗഡറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വയനാട് പോയപ്പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും കാർഡിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എൻ്റർ ചെയ്യാം കേട്ടോ. നല്ല ചൂടുണ്ട്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് ക്ലൈമറ്റ്, പക്ഷെ തണുത്ത കാറ്റ് കൊള്ളാം. നമുക്കിനി എൻ്റർ ചെയ്യാം കേട്ടോ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ടീമുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഒരു ബോർഡുണ്ട് മെഡോസ് എന്ന്. ഇതിനൊരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് പണ്ട് നല്ല കുറച്ച് കാലം മുമ്പ് ഇതൊന്നും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നല്ലായിരുന്നു. പിന്നീട് ആളുകൾ ഈ ഒരു സ്പോട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവരിതൊരു കേന്ദ്രമാക്കി മാറ്റി. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ടൈമും ഉണ്ട് കേട്ടോ. 9 AM to 5 PM 6 PM വരെ ഉണ്ട്. പിന്നെ ഇതാണ് ഡീറ്റെയിൽസ്. വാഗമൺ മെഡോസ്. കുട്ടികൾക്ക് പാസ് 15, 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അഡൾട്ട് 25 രൂപ. ഓക്കെ. ക്യാമറക്കൊക്കെ ക്യാഷ് ഉണ്ട്, നമ്മൾ ഫോണിലാണ്. ബാക്കി നോക്കാം നമുക്ക്. അപ്പോൾ 25 to 25 50 രൂപ. ഇതാണ് പാസ് വരുന്നത് കേട്ടോ. ഇടുക്കി വാഗമൺ എൻട്രി പാസ്. അങ്ങനെ ഇതാണ് എൻട്രി വരുന്നത്. നമുക്ക് എൻട്രി ചെയ്ത് തുടങ്ങാം. മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഫുള്ളൊരു ഇതാണ്. കാണിക്കണം 2 പേര്. പിന്നെ ഇവിടെ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് റീഡ് ചെയ്തേക്ക്. അതായത് ഇടിമിന്നലേക്കാൻ ചാൻസ് ഉള്ള അത്ര ഹൈറ്റ് വരുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അത് ആ സമയത്ത് മേ ബി ഇവരൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക്
ഈ ഇലവൈപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്പോട്ട് അറിയില്ലേ, അത് ഇവിടെ തന്നെയാണ്, ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ആ സ്പോട്ടിലോട്ടും ആ സെയിം ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ ഇലവൈപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ മറ്റേ സൗബിൻ്റെ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ടോപ്പിലിരുന്നുകൊണ്ട് ഇടിമിന്നലിന് ചാൻസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അവിടെ ജസ്റ്റ് വിസിറ്റേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ആ സിനിമയിലില്ല പോലെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇതുവഴി ഒരു പാത്തൊക്കെ ഉണ്ട്. എക്സാക്റ്റ് ഈ ഒരു മുട്ടക്കൊന്നും കണ്ടില്ല നിങ്ങൾ, ഇതുപോലെ തന്നെ കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറേ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഐ മീൻ ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടായിരിക്കും ബെസ്റ്റ് ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4-5 സ്പോട്ടുകളേ ഉള്ളൂ ഈ വാഗമണ്ണിലുള്ളൂ. അപ്പോൾ ഒറ്റ റോട്ടിൽ, അതായത് ഒരേ റോട്ടിലാണ് ഈ എല്ലാ സ്പോട്ടുകളും വരുന്നത്. ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് നേരെ ഇവിടുന്ന് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ആ ഒരു പാറ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. അതിനകത്ത് കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ ഒരു സ്പോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യല്ലേ. 4K ഇട്ട് കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരിക്കും. ഇതേ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാവുന്നൊരു ഫ്രെയിം ആട്ടോ, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഇത് അങ്ങനെ നടന്ന് മെയിനായിട്ട് ഇങ്ങനൊരു വാൾക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ കുന്നുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞില്ല, ഒരു 2 മണിയാണ്, ഉച്ചക്കാണ്. അപ്പോൾ ഞാൻ മാക്സിമം എന്താ വെച്ചാൽ എനിക്കിത് ഫുള്ള് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്യണം, നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിന്ന് ഉച്ചക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ 1-2 ദിവസമൊക്കെ സ്റ്റേ അടിക്കാൻ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അതായത് ബെസ്റ്റ് ടൈമിങ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ്. അത് ബെസ്റ്റ് സ്പോട്ടിലൊന്നുമാണ് ഈ ഒരു സ്ഥലം കേട്ടോ. കാണാതെ ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ അവസ്ഥ. അവിടുന്ന് സിപ്പ് ലൈൻ സ്റ്റാർട്ടിങ് ഉണ്ട്. സിപ്പ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ടു ദെയർ. കൊള്ളാം. ഇതാണ് എക്സാക്റ്റ് വരുന്നത്. ഇതേ കറക്റ്റ് എക്സാക്റ്റ് സൂര്യൻ ഇതിൻ്റെ ബേക്കിൽ കാണാൻ പറ്റും. പുള്ളി അവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ നേരെ ഇവിടെ കറക്റ്റ് കാണുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ചൂടാണ്, ഉച്ചക്ക് എന്തിനാ പോയ ഭ്രാന്താണോ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ചൂടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് ഇവിടെ 24/7 കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. കാറ്റ് ഭയങ്കര തണുപ്പാണ്, ക്ലൈമറ്റ് ചൂടാണെങ്കിലും. ചെറിയ കുന്നുകളാട്ടോ. അവിടെ ഒരു സ്കൂൾ ഗ്രൂപ്പോ അങ്ങനെ എന്തോ ട്രിപ്പ് വന്നിട്ടുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നു. ഗായ്സ്, നിങ്ങൾ സ്റ്റിൽ വീട്ടിലിരുന്നത് കാണുന്നുണ്ടെങ്കിൽ എന്തിനു കാണുന്നു, നേരെ ഇങ്ങോട്ട് പോവാ. അടിപൊളിയാണ്. വാഗമണ്ണൊക്കെ ഒരു വട്ടം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു ദിവസം 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ ട്രിപ്പിനുള്ളൂ. 1 ഡേ ട്രിപ്പിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് വാഗമണ്ണ്. ഡോണ്ട് മിസ് ഗായ്സ്, അടിപൊളിയാണ്. ഇവിടുന്ന് കാണാം. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് പറയാൻ മറന്നു. ഇവിടെ വാഗമണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം പീരിയഡ് വെച്ച് നോക്കിയിട്ട്, ടൈം പീരിയഡിൽ ഇവിടെ ഓഫ് റോഡിൻ്റെ ഒരു ടീംസ്, ഐ മീൻ അവരൊരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ എന്നൊക്കെ പറയും, ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ കുറച്ച് ആളുകൾ ഇവിടെ ഇത് നടത്തുന്നുണ്ട്. ഐ മീൻ ഓഫ് റോഡ് നടത്തുന്നുണ്ട്. അതിന് ബുക്ക് ചെയ്യണം. അതിന് നല്ല ചാർജ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. മാക്സിമം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ മാക്സിമം ചെയ്യും. വേറെ അടിപൊളിയാണ്. വണ്ടികളൊക്കെ കാണും, ഒരു രക്ഷയില്ല. ജീപ്പ് ഭ്രാന്തന്മാരും ട്രക്കിങ് ഭ്രാന്തന്മാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അതെ, അങ്ങനെ ഇതിൻ്റെ ഒന്നുകൂടി ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വരുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ചെക്കന്മാർ, ഐ മീൻ എൻ്റെ പോലത്തെ യുവാക്കളൊക്കെ എന്താ വിചാരിക്കാന്ന് ചോദിച്ചാൽ, ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഫാമിലിക്ക് പറ്റിയ സ്പോട്ടാണല്ലോ. നമ്മളൊക്കെ വന്ന് ഇവിടെ ഇതിട്ട് എന്താണ്
പക്ഷേ നിങ്ങളിവിടെ ഒരു വട്ടം ഒരു യുവാവൊന്ന് വന്ന് നോക്കിയേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വന്നവരല്ലെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് എന്താ അഭിപ്രായം എന്നുള്ളതൊക്കെ. ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഇവിടെ കുറച്ച് സ്കൂളിലത്തെ കുട്ടികൾ വന്നിട്ട് ഇവിടെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ 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 യൂഡി വ്ളോഗ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഏത് സ്കൂളാ? പെരുമ്പാവൂർ. ഓക്കെ ഓക്കെ. യെസ് വീഡിയോ എടുക്കുന്നുണ്ട്, പറഞ്ഞോ നീ. ആ ഞാൻ നടക്കുക ഒരു മാർക്ക്. ശരി ആ റെഡി. എന്താ നിങ്ങളെ പരിപാടി? എന്താ ചെയ്യുന്നത്? ഗെയിമാണോ? ആ ആ ശരി റെഡി റെഡി. ടൈമില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. ആ ഓക്കെ സെറ്റ്. സ്കൂൾ ട്രിപ്പ് കുട്ടികൾ മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് നല്ല 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 എൻജോയ്മെൻറ്റ് കിട്ടാൻ, ഐ മീൻ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ഇത്രയും നിങ്ങൾ ഉച്ചക്കാണെന്ന് വിചാരിക്കേണ്ട, നല്ല തണുപ്പുണ്ട്. തണുപ്പ് പറഞ്ഞാൽ കാറ്റില്ലതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമല്ല. ഇവിടെ ചെറിയൊരു ലേക്ക് വരുന്നുണ്ട്. പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോവും. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യെസ് മാൻ, യെസ് പറയൂ പറയൂ. ഒന്നുമില്ലേ, ചുമ്മാ വന്നാണോ? ആ എവിടുന്ന് വരുന്നേ? സ്കൂള് പെരുമ്പാവൂർ അല്ലേ? എന്നിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? മൊട്ടക്കുന്ന്. ഇത് മൊട്ടക്കുന്ന്. ഓക്കെ. മറ്റേ ബോട്ടിംഗ് ഒക്കെ ചെയ്താ? അടിപൊളി. ഓക്കെ എന്നാ ഞാൻ അത് കാണിക്കട്ടെ കേട്ടോ. ഇതാണ് വരുന്നത്. ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോട്ടിങ് കാണാൻ പറ്റും. കാരണം ഇവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ബോട്ടിങ്ങും ലേക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എന്നറിയില്ല, ഇവിടെ കൂടുതൽ കുറേ സ്പോട്ടുകളൊന്നും ഇല്ല. ഇത് ബോട്ടിങ്ങിൻ്റെ അവിടെ 2 ചേട്ടന്മാരുണ്ട്, ആരുമില്ല. അവിടെ വരുന്നുണ്ട് കേട്ടോ ബോട്ടിങ്. ഞാൻ ഇതിന് മുമ്പ് ഇട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ ബോട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ നഷ്ടമായി പോയി എനിക്ക്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു ഇത് ഇത്രേ വരുന്നുള്ളൂ ഏകദേശം. അപ്പോൾ അതിനെ നമ്മൾ ഏകദേശം 200 രൂപ 100 രൂപയൊക്കെ കൊടുക്കുന്നത് അത് വെറുതെ വേസ്റ്റാണ്. കാരണം അതിനായിട്ട് നല്ല ചുമ്മാ അതിനെ നടക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതാണ് സിപ്പ് ലൈൻ വരുന്നത്. സിപ്പ് ലൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കോമഡി ഉണ്ട്. ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോ കാണിച്ചപ്പോൾ കറണ്ടിൻ്റെ ലൈന് പോയിന്നുണ്ടായിരുന്നു. അത് സിപ്പ് ലൈനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തായിരുന്നു. പിടിക്കാത്ത നന്നായി, അല്ലെങ്കിൽ കാക്ക ഷോക്കാവണമാർ അടിച്ചു പോയിരുന്നു. ഇത് ഇങ്ങനെ നടന്നു പോവാം നമുക്ക്. അവിടെ ഒരു നല്ലൊരു അടിപൊളി ഒരു വീട് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയേക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഷൂ നന്നായിട്ട് തെന്നി പോകുന്നുണ്ട്. പുല്ല് നല്ല മിനുസാണ്, അപ്പോൾ നന്നായിട്ട് പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ക്രൗഡില്ല. വീക്കെൻഡിൽ മേ ബി ക്രൗഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമറ്റ് ടൈമും നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ ടു ഈവനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഞാൻ വന്നത് ഉച്ചക്കാണ്, അതുകൊണ്ടാണ് ആളുകൾ കുറവ് കേട്ടോ. കണ്ടോ, ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ ബ്രിഡ്ജ് കാണുന്നത്. ചെറിയൊരു ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ തുറക്കും നടക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചോണ്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അപ്പം ഞാൻ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഴാൻ പോലും റെഡിയാണ് ഗൈസ്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ മേലോട്ട് കയറണമെന്നുണ്ട് എനിക്ക്, പക്ഷേ കുപ്പിച്ചില്ലുണ്ട്. നിങ്ങൾ കാണാതെ ഇതാണ് ബ്രിഡ്ജ് കേട്ടോ. ചെറിയൊരു ബ്രിഡ്ജാണ് ഇത്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുന്നൊരു ബ്രിഡ്ജ്, അത്രേ ഉള്ളൂ. അത്ര
അത്രക്ക് ഇവിടെ ഒന്നും ഇതിൻ്റെ അറ്റൊന്നും അത്രക്ക് ലോക്കഡ് അല്ല. ഐ മീൻ അത്രക്ക് തൽക്കാലം ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഡാമൊന്നും ഓപ്പൺ ചെയ്യാത്തത് കൊണ്ടാവാം മേ ബി ഇതിങ്ങനെ തൽക്കാലമായിട്ട് വെച്ചിട്ടുള്ളത്. അധികം ഈ മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ വരുന്നുണ്ട്, കിലോമീറ്റർ കണക്കിനാണ് ഈ ഒരു മൊട്ടക്കുന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻട്രി ചെയ്തതിന് ശേഷം ആ ഒരു മൊട്ടക്കുന്ന് കണ്ട സ്പോട്ടിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം വേസ്റ്റാണ്. അപ്പോൾ മാക്സിമം ആ ഫസ്റ്റ് കയറുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കുക, ഫുഡ് കഴിക്കുക മീൻസ് എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ എന്തെങ്കിലും കുടിക്കുക. പിന്നെ അവിടെ ഒന്നും പ്ലാസ്റ്റിക് അലൗഡ് അല്ല, ഒരുപാട് റെസ്ട്രിക്റ്റഡ് ഒന്നല്ല, പക്ഷെ എന്നാലും നല്ല വൃത്തിയുള്ള സ്പോട്ടാണ്. ഈ മൊട്ടക്കുന്നായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം എടുത്ത് കാണിക്കും. അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, അടിപൊളിയാണ്. ഇതാണ് ഇവിടെയാണ് സിപ്പ് ലൈൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കാം. ഞാൻ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. ഇവിടുത്തെ എമൗണ്ടും കാര്യങ്ങളും എന്താണ് തരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. ഞാൻ അങ്ങോട്ട് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, എക്സ്ക്യൂസ് മീ ബ്രോ. ഹായ്, ചെറിയൊരു ചാനലാണ്. നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾ വരുന്നത്? ഇത് മറ്റേ സ്റ്റാർട്ടിങ് എവിടെയാ? എവിടെ നിങ്ങൾ ടിക്കറ്റ് വരുന്നത്? ടിക്കറ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. കുഴപ്പമില്ല, ടിക്കറ്റിന് പറഞ്ഞത് ഡീറ്റെയിൽ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ പറഞ്ഞേ. ശരി, ഇവിടെ 3 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ. ഒന്ന് ബോട്ടിങ്, സിപ്ലൈന്, സ്കൈ സൈക്ലിംഗ്. ഓക്കെ. എന്താ ടിക്കറ്റ് ഒക്കെ വരുന്നതിന്റെ? ടിക്കറ്റ് കോംബോ എടുക്കുകയാണെങ്കിൽ 600 രൂപ. 600 രൂപക്ക് 3 ചെയ്യാൻ പറ്റും. 600 രൂപയ്ക്ക് സൈക്കിളും ചെയ്യാം, സിപ്ലൈനും ചെയ്യാം. ഓക്കെ. പിന്നെ ബോട്ടിങ് താഴെയാണ്. ബോട്ടിങ് റോയിങ് ബോട്ടുണ്ട്, കയാക്ക് സിംഗിള്, ഡബിൾ കയാക്ക്. ഓക്കെ, അപ്പോൾ ബോട്ടിങ്ങിന് സെപ്പറേറ്റ്. സെപ്പറേറ്റ് 600 രൂപയ്ക്ക് സൈക്ലിങ്ങും ഇത് മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണം 400 ടിക്കറ്റ്. ഓക്കെ, ഇത് സൈക്ലിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒറ്റ വേല അങ്ങോട്ട് മാത്രമേ ഉള്ളൂ? അല്ല, സിപ്ലൈൻ സ്ലോപ്പിൽ വരുന്നുള്ളൂ, സൈക്ലിങ് പോയിട്ട് തിരിച്ചു വരും. ഒരു അവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും. എത്ര മീറ്റർ വരുന്നുണ്ട്? 100 മീറ്റർ, 220. സൈക്കിൾ 200 മീറ്ററും സിപ്ലൈൻ 220. ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്ന് വിചാരിച്ചു, അവിടെ ചോദിച്ചിട്ടില്ല. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് റിട്ടേൺ ചെയ്യും അല്ലേ? സൈക്ലിംഗ് സിപ്ലൈൻ വൺ സൈഡ്. ഓക്കെ, അപ്പോൾ അതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? സിപ്ലൈൻ അവിടെ നിന്ന്. സൈക്ലിംഗ് ചെറിയ സിപ്ലൈൻ. ഓക്കെ, എന്നാണ് വരുന്നത്. സേഫ്റ്റിക്ക് ഹെൽമെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഹെൽമെറ്റ് ഇതാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 600 രൂപ. 2 എണ്ണം ചെയ്യാനല്ലെങ്കിൽ 600 രൂപ, സിംഗിൾ ചെയ്യുകയാണെങ്കിൽ 220 രൂപ. മറിച്ച് സൈക്കിൾ മാത്രമാണെങ്കിൽ 300 സംതിങ്. ഇവിടെ ലേക്ക് കാണാൻ പറ്റും. ലേക്ക് വ്യൂ നല്ല പോയിന്റ് കേട്ടോ, മനസ്സിലാവും. ലേക്ക് ഓക്കെ. നിങ്ങൾ നടക്കുമ്പോൾ നന്നായി സൂക്ഷിക്കണം. ഞാൻ 2-3 വട്ടം വീഴാൻ പോയി. കാരണം എന്താ വെച്ചാൽ ഈ പുല്ല് നന്നായിട്ട് സ്കിഡാവുന്നുണ്ട്, അത് നോക്കണം കേട്ടോ. ഇവിടെ ഈ മെയിനായിട്ട് ഈ ഒരു സ്പോട്ടിൽ ആ കുന്നും ഈ ലേക്കും മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്വഞ്ചറൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയുമ്പോൾ ക്യാഷ് നഷ്ടമുള്ള പരിപാടിയാണ്, ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പം ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കുറേ ടീമുകൾ ഇതിൻ്റെ ഉണ്ട്. അതായത് പോണ വഴിക്ക് തന്നെ ചെറിയ ചെറിയ എമൗണ്ടിലും കോമ്പറ്റീഷൻ കൂടുതലാണ് ഈ ഒരു പരിപാടി ഇവിടെ. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ലേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. എന്നൊരു കാര്യം ചെയ്യാം, ലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വാഗമണ്ണിൽ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതായത് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അതിൽ ജാതി മതഭേദ വിന്യാസമൊന്നുമില്ല, ആർക്കും പോവാം. ഐ മീൻ മുസ്ലിങ്ങളെ
ഒരു തങ്ങളെ ആ ഒരു ഇതിലാണ്, അത് കോൺസെപ്റ്റാണ്. പക്ഷെ അത് കരുതിയിട്ട് ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്താ പറയില്ല, ജാതി മത ഭേദവിന്യതൊന്നുമില്ല, ആർക്കും പോവാം, എപ്പോൾ വേണേലും പോവാം. അടിപൊളി സ്പോട്ടിലൊന്നാണ്. അപ്പോൾ ഞാൻ നേരെ അടുത്ത ആ സ്പോട്ട് പിടിച്ച് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.